യാഹ്യ സിൻവറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ തങ്ങളുടെ ഭീകര സംഘടനയെ വീണ്ടും പുതിയൊരു ജീവൻ നൽകാൻ ശ്രമം നടത്തുന്നതായും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇയാളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത്. മറിച്ച് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇയാളുടെ ചിത്രങ്ങളും മറ്റും പുറത്തുവിടുന്നതിൻ്റെ പിന്നിലെ കളി എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. യാഹ്യ സിൻവറിനെയും തീവ്രവാദ നേതാക്കളെയൊക്കെ തന്നെ ലൈവായി നിർത്തുക, അവരുടെ അനുയായികൾക്ക് ഒരു പ്രചോദനമായി അവരുടെ മുന്നിൽ നിർത്തുക, അങ്ങനെ വീണ്ടും ഈ സംഘടനയെ പുനരുദ്ധരിച്ച് കൊണ്ടുവരിക എന്നുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കണം ഈ ടി വി ചാനൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ യാഹ്യ സിൻവർ വടികുത്തി ക്ഷീണിതനായി കടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ യാഹ്യ സിൻവർ ക്ഷീണിതനായിരുന്നു, അവശനായിരുന്നു, അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇസ്രായേൽ കൊന്നത് എന്ന് സാധാപതരംഗം കൂടി ഉണ്ടാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, യാഹ്യ സിൻവർ തന്റെ അനുയായികളുമൊത്ത് ചർച്ച നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇത് ഇസ്രായേലിനെ തകർക്കാനായി യാഹ്യ സിൻവർ നടത്തുന്ന ശക്തമായ നീക്കങ്ങളായിരുന്നു. ഈ പാത നമ്മളെല്ലാവരും ഇനിയും പിന്തുടരണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിന്റെ മറ്റൊരു ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കുകയും ചെയ്യാം. എന്തായാലും ഈ ടി വി ചാനലിന്റെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ സമാധാന ഉടമ്പടി നിലനിൽക്കുന്ന ബന്ദികളെ പരസ്പരം കൈമാറുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തുവിട്ടതിൻ്റെ പിന്നിൽ കുത്തിത്തിരിപ്പല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ലാതെ പിന്നെ എന്തിനാണ് ഈ ദിവസങ്ങളിൽ ഇവർ ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എന്നതിന് ഉത്തരം പറയേണ്ടത് ഈ ടി വി ചാനൽ തന്നെയാണ്.